Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും നമുക്ക് എണ്ണയൊക്കെ വളരെ കുറച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുട്ടയിൽ ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലിപ്പം കുറച്ച് ചേരുവകളുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഏറ്റവും ചെറുതായിട്ട് അരിയുന്നു അത്രയും നല്ലത് കേട്ടോ. പക്ഷെ ഗ്രേറ്റ് ചെയ്യാൻ പാടില്ല, നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിയുന്നതാണ് വേണ്ടത്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 സവോളയാണ്. അതും ഞാൻ ഇതുപോലെ വളരെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള സവോളയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ മസാലയ്ക്ക് നമ്മൾ ഒരു പൊടികളും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിനായിട്ട് ഞാൻ ഈ കാണുന്ന ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തും കൂടെ കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ 1 മിനിറ്റ് സമയം എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത്. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇച്ചിരി ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പോഴും, അല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ബൗൾ എടുക്കണം. അതിനകത്തോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദപ്പൊടിയുടെ ഒപ്പം തന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിക്ക് ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒത്തിരി ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കരുത്. കാരണം നമ്മൾ ഇതിനകത്തോട്ട് ഇനി മുട്ടയൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ലൂസായാലും കൊള്ളത്തില്ല. നമുക്ക് അത്യാവശ്യം ഒരു ഒത്തിരി കട്ടി പാടില്ല, അല്ലെങ്കിൽ ഒത്തിരി ലൂസും ആവരുതെന്നുള്ള ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ വേണ്ടത്. ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ ഇതുപോലെ ഇച്ചിരി തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം മൊത്തം 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതേ ടേബിൾ സ്പൂണിൽ തന്നെ. ഇനി നമുക്കിതിനകത്തോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ വേണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം, സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ. അപ്പം മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ അവിടെ ഇവിടെയും കെടുക്കാൻ പാടില്ല. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് ആ മുട്ടയുടെ മഞ്ഞ കുടച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടിരിക്കുന്ന പച്ചക്കറികളുടെ ആ ഒരു മിക്സും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി 1-2 നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു മഞ്ഞ കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അത് ഒഴിക്കാൻ പോകുന്നത് ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങളിലാണ് ഒഴിക്കുന്നത്. കട്ടോരി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പാത്രത്തിലാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നല്ലൊരു ഷേപ്പൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ നല്ല അത്യാവശ്യം കുഴിയുള്ള ഒരു ചോറും പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടംബ്ലർ ഉണ്ട്, അതിലും ഗ്ലാസ്സിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ആ എടുക്കുന്ന പാത്രം ഏതാണോ അതിനകത്ത് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ തടവി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ അരഭാഗം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഒത്തിരി ഫില്ല് ചെയ്ത് കൊടുക്കരുത്. കാരണം ഇത് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ, ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് വീർത്ത് വരും. അപ്പോൾ നമ്മൾ മുഴുവനോടുകൂടെ നിറച്ച് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. കാരണം മല്ലിയില ചേർക്കാൻ വിട്ടുപോയായിരുന്നു ആ ഒരു മിക്സിനൊപ്പം. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്ത് ഇപ്പോൾ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാത്രങ്ങളിലൊക്കെ നിറച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂടികയൊക്കെ ഉള്ളൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനകത്തോട്ട്
നമുക്ക് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മേലെയാണ് നമ്മൾ ഈ ബാറ്ററൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ആ ഒരു കുട്ടി സ്റ്റീൽ പാത്രം, കട്ടോരി പാത്രം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാതെ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ പേടിയുള്ള അവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവി കയറ്റി എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിന്ന് ആ ഒരു ബേക്കിംഗ് എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് മൂടി വെക്കുക. മൂടി വെക്കുന്ന പാത്രത്തിന് അല്ലെങ്കിൽ മൂടികയ്ക്ക് നമുക്ക് അറിയാം ആവി പോകാനൊക്കെയുള്ള കുഞ്ഞ് ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് തിരികി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റാണ് വെച്ചിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിടിവിച്ച് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് നമുക്കിതൊന്ന് ഒന്ന് വിടിവിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സൈഡിൽ നിന്നൊക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് അകത്തി എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടോ, ഞാനിവിടെ വാഴയിലോട്ടാണ് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. അങ്ങനെ നല്ല ഷേപ്പൊക്കെ ഉള്ള, കഴിക്കാൻ നല്ല രുചിയുള്ള നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം അല്ലെങ്കിൽ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളിതിനകത്ത് പച്ചമുളകൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.